നീ പോയി, നീ തീർന്നു, എനിക്ക് ഒരു കഥ എഴുതാൻ പറ്റില്ല, നീ ഈ ചീഞ്ഞ സീരിയൽ എഴുതി നടക്കുകയാണ്. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 60 പേജ് എഴുതും സീരിയൽ ഡയലോഗ്സ്. ഞാൻ രണ്ടാമത് നോക്കാറില്ല. എപ്പോഴും അതിശയം തോന്നി. കാരണം പണ്ട് മുതലേ കൊമാലെ മുതലേ ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുമ്പെന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വളരെ ഭൗതികമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ സീരിയലിൽ കഥയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് രണ്ടും വളരെ രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പണിയുമായിട്ടിപ്പോഴൊക്കെ പറയാതിരിക്കും, എന്നാൽ പോലും അതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഒരു അതിശയം. കാരണം നമ്മളെയൊക്കെ ഇങ്ങനെ ഭൗതികമായി ആറാടിക്കുന്ന ചില കഥകളൊക്കെ വായിക്കുന്ന ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ബിരിയാണിയൊക്കെ ആദ്യം വായിച്ച ദിവസം എന്താ പറയുക, അത്രയ്ക്കും ഒരു വറ്റ് കളയാൻ കുട്ടികളെ പോലും ഒരു വറ്റ് കളയാൻ സമ്മതിക്കാൻ. പ്രൈമറി സ്കൂളിൻ്റെ ടീച്ചറാണ്. അപ്പോൾ അത് വായിക്കുക എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്ന് വെച്ചാൽ കഥയുടെ ശരിക്കും നമ്മൾ വിശദീകരിക്കൊന്നും വേണ്ട. കുട്ടികളത് കേൾക്കുമ്പോൾ തന്നെ കണ്ണു കുറിച്ചിരുന്നിട്ട് ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നൊന്നും പോസ്റ്ററൊന്നും എഴുതി വെക്കണ്ട. നമ്മളൊരു ദിവസം ബിരിയാണി കഥ പറഞ്ഞാൽ മതി. അപ്പോൾ അതുപോലെ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു തലത്തിലിരിക്കുന്ന ആള് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ളൊരു സംശയം മാത്രം ചോദിക്കുകയാണ്. താങ്ക് യു. പട്ടിണി കിടക്കുമ്പോൾ എന്ത് എഴുതി പോകും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറയുന്ന പോലെ എഴുതി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ്, അത് എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമാണ്, എഴുതി ജീവിക്കുക. പിന്നെ അതിന് ശേഷമാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടിയത്. പിന്നെ അതൊക്കെ ഞാൻ റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ ആദ്യകാലത്ത് ഈ സമയത്ത് ഇങ്ങനെ എഴുതി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സാഹസികരായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇത് എഴുതിയിട്ട് എങ്ങനെ ജീവിക്കും. കാരണം നമുക്കൊക്കെ ഒരു 10-15% മാത്രമേ പുസ്തകത്തിൽ കിട്ടും. ഇപ്പോൾ ഒരു എഴുതി ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ പുസ്തകങ്ങളൊക്കെ 10-50,000 കോപ്പി 60,000 കോപ്പിയൊക്കെ വിറ്റ് പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. അന്ന് 5,000 കോപ്പി 4,000 കോപ്പിയാണ് വിറ്റ് പോകുന്നത്. ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഈ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞൊരു മാധ്യമം കയറി വരുന്നത്. അങ്ങനെ ഞാൻ പോയി പെട്ടത് നെരിയുടെ മറ്റേ മടയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ സീരിയലിൽ പോയി പെടുന്നത്. കാരണം ആ സമയത്ത് എനിക്ക് പിന്നെ ജീവിക്കാൻ ഒരു രക്ഷയില്ല. പിന്നെ ഇത് എഴുതിയിട്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതിനാണെങ്കിലും നല്ല പൈസയാവുന്ന കാലത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള പൈസയും കിട്ടും. അപ്പം ഞാനതിൽ പോയി വീണതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ എനിക്ക് മനസ്സിലായി, പക്ഷെ വേറൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ എഴുതുന്ന സാധനങ്ങളിൽ ഇതിപ്പോൾ ലോകത്തിലെ പല എഴുത്തുകാരും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ജീവിതാവസ്ഥയിലൂടെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ ഭയങ്കര വൈരുദ്ധ്യമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിൽ ഭയങ്കരമായ പിരിമുറുക്കമായിരിക്കും. അപ്പോൾ ആ പിരിമുറുക്കത്തിനകത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോയി, നീ തീർന്നു, എനിക്ക് ഒരു കഥ എഴുതാൻ പറ്റില്ല, നീ ഈ ചീഞ്ഞ സീരിയൽ എഴുതി നടക്കുകയാണ്. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 60 പേജ് എഴുതും സീരിയൽ ഡയലോഗ്സ്. ഞാൻ രണ്ടാമത് നോക്കാറില്ല. എഴുതുക വലിച്ചിട്ട് ഒറ്റ ഏറാണ്. ഈ സാധനമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ 4 മണിയാകുമ്പോഴേക്ക് ഞാൻ തീർക്കും, കുളിച്ച് വൃത്തിയാക്കും. അതായത് എനിക്ക് അഴുക്ക് മുഴുവൻ പോണല്ലോ. അപ്പൊ പല്ലും തേക്കും. 4 മണിയാകുമ്പോൾ പല്ലും തേക്കേണ്ടി വരും. രാവിലെ പല്ല് തേക്കേണ്ടി വരും, 4 മണിക്ക് പല്ല്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം പിന്നെ അത് വന്നപ്പോൾ കുറച്ചുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അത് അപ്പൊ ഈ സമയത്താണ് ഞാൻ എൻ്റെ ഏറ്റവും നല്ല കഥകൾ എഴുതിയത്. കാരണം ഈ ഒരു ഭയങ്കരമായ ഉള്ളിലുള്ളൊരു സംഘർഷം ഉണ്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, വിഷ്വൽസ് എനിക്ക് ഭയങ്കര, എൻ്റെ കഥയിലെല്ലാം വരുന്ന ഭയങ്കര വിഷ്വൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ വിഷ്വൽസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സീരിയലിലാകുമ്പോൾ ഇതിങ്ങനെ നിങ്ങൾ കാണുന്നതാണല്ലോ, ഇങ്ങനെ ക്ലോസ് വെച്ചിട്ട് ഈ മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ മാത്രമല്ല വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു ദിവസം എഴുതി, ഭയങ്കര കൊടുങ്കാറ്റും മഴയും ഒക്കെ ഉള്ള സ്ഥലത്ത് ആ സ്ത്രീ ആ നായിക ഇങ്ങനെ വന്നിട്ട് മറ്റേ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. മറ്റേ ഇതിൽ ഭയങ്കര കാറ്റും ഇതൊക്കെ ഭയങ്കര മൂഡ് ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ ഈ എഴുത്ത് കണ്ടിട്ട് എൻ്റെ പാവം എൻ്റെ ഡയറക്ടർ എന്നോട് സ്നേഹം കൊണ്ട് ഞാനിങ്ങനെ എഴുതുകൊണ്ട് അവരെന്താക്കി പറഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴിച്ചു, എന്നിട്ട് ഇവിടുന്ന് ഒരു ഫാൻ ഇട്ടു. ഇത്രയേ ഉള്ളൂ കാറ്റും മഴയും. ഇത്ര ചെയ്യാൻ പറ്റും, അത്രേ പൈസയുള്ളൂ ഇതിനൊക്കെ. ഇതിപ്പോ ഇത്രയും സാധനങ്ങൾ ചെയ്യുമ്പോൾ എത്ര പൈസ വേണം? ഭയങ്കര പ്രൊപ്പല്ലറും ആ സാധനം കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അടിക്കാൻ വേണ്ടി പറ്റുമോ? സിനിമയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഇങ്ങനെ ഭയങ്കരമായ പരിമിതിയിലേക്ക് പോയപ്പോഴാണ് ഞാൻ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് എന്താ പറഞ്ഞാൽ ഈ ഇതന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ. അതിൽ 1-2 സീരിയൽ കുറച്ച് അത്യാവശ്യം ഭേദപ്പെട്ട സീരിയൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 8 സീരിയലോട്ട് ഞാൻ എഴുതി, ഒരു 8 വർഷം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ കുടുംബം നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ കൊണ്ട് അപ്പോൾ കല്യാണം കഴിച്ചില്ല ആ സമയത്ത്. പിന്നെ കല്യാണം കഴിച്ചാകുമ്പോഴേക്കും ഞാൻ എൻ്റെ സീരിയൽ വിട്ട് പിന്നെ ഞാൻ സിനിമയിലേക്ക് പോയി. പിന്നെ അങ്ങനെ പിന്നെ വേറെ കുറെ പിന്നെ അങ്ങനത്തെ അങ്ങോട്ട് ശരിക്കും എത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ സംഘർഷം ഭയങ്കരമായിട്ട് എന്നെ എഴുത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നല്ല കഥകളൊക്കെ വന്ന ആ സമയത്താണ്. പിന്നെ എല്ലാം രണ്ടായിട്ട് എടുക്കുക. പിന്നെ ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ എഴുത്തിന്റെ സമയത്ത് മാത്രമേ എൻ്റെ പിന്നെ ഇതിലേക്ക് വെളിച്ചപ്പാട് പോലെ എഴുത്ത് കയറാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും സാധാരണക്കാരി, എനിക്ക് സാഹിത്യം ഇങ്ങനത്തെ വേദികളിൽ പറയുന്നല്ലാതെ ഞാൻ സംസാരത്തിൽ പോലും ഒരാളോട് സാഹിത്യം പറയില്ല, ചർച്ച ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മൾ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ എഴുത്തുകാരനായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ ജീവി മാത്രമേ ഉള്ളൂ എഴുത്തുകാരൻ. ബാക്കി എല്ലാ പ്രവർത്തികളും പോലെ തന്നെ ഒരു പ്രവൃത്തി മാത്രമേ ഇതുള്ളൂ. അപ്പൊ ഇതിന് കുറച്ച് പ്രശസ്തി കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്കിപ്പോ ഇത്രയും കൊല്ലം എഴുതിയിട്ട് ഇത്രയും പ്രശസ്തിയേ ഉള്ളൂ. ഇന്നലെ വന്ന ഒരു സിനിമാ നടന് എത്ര വലിയ പ്രശസ്തി ആയിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് നിലനിൽക്കുന്നുള്ളത് നമുക്ക് പറയാൻ, നമുക്ക് ഇവിടെ ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ ഒരു എഴുതാനുള്ള ഒരു കാലിബർ നമുക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ നമുക്ക് കാലം ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പരമാവധി ചെയ്തിട്ട് പോകാന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്.